ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായ വേദവാക്യം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെപ്പറ്റി ഒരു നിമിഷം ചിന്തിക്കുക. ഇത് പല സത്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇതിന്റെ ഒരു അവസ്ഥാവിശേഷം മനസ്സിലാകും. ആദ്യമായി നമ്മുടെ പഴയ പ്രവർത്തനക്ഷമത ഇല്ലാത്ത ഹൃദയം അത് ഇരുന്ന ഭാഗത്തു നിന്ന് നീക്കം ചെയ്യുന്നു. ഈ ഹൃദയം അത് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാൻ ശേഷിയില്ലാത്തതിനാൽ ശരീരത്തിന്റെ മുഴുവൻ ക്ഷമതയെ നശിപ്പിക്കുന്നു. ഇത് നിമിത്തമാണ് പഴയ ഹൃദയം മാറ്റിവെക്കുന്നത്. പശ്ചാത്താപത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഏറ്റവും നല്ല മാതൃകയാണിത്. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക, പഴയ വഴികളെ ഉപേക്ഷിക്കുക. അതാണ് പശ്ചാത്താപം മൂലമുളവാകുന്ന രൂപാന്തരം. രണ്ടാമതായി, പുതിയ ഹൃദയം വച്ചുപിടിപ്പിക്കുക. പുതിയ ഹൃദയം വെച്ചുപിടിപ്പിക്കുന്നത് ശരീരത്തിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രവർത്തനം പുനരുജ്ജീവിപ്പിച്ച് അത് വീണ്ടും ഒരു പുതിയ അനുഭവത്തിലൂടെ, ഒരു പുതിയ ശക്തിയോടെ പ്രവർത്തിക്കുവാനാണ്. ഈ ഒരു മാറ്റിവയ്ക്കൽ പരിപാടി ഒരു പഴയ ജീവിതം മാറ്റി പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന് തുല്യമാണ്. ഒരു പുതുജീവിതം, ഒരു പുതുജനനം അഥവാ വീണ്ടും ജനനം. ഈ നോയമ്പ് കാലത്ത് നാം സ്വായത്തമാക്കേണ്ടത് ഈ പുതുജീവിതമാണ്. ക്രിസ്തുവിന്റെ രക്തത്താൽ ലഭ്യമാകുന്ന അകൃത്യങ്ങളിൽ നിന്നുള്ള മോചനം ഒരു പുതുജീവിതം പ്രാപിക്കുന്നത് തന്നെയാണ്. പഴയ മനുഷ്യൻ അകൃത്യം നിറഞ്ഞവനായിരുന്നു. എന്നാൽ പശ്ചാത്താപം എന്ന വലിയ പ്രവൃത്തി യേശുവിന്റെ രക്തം നമ്മിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാക്കി എന്ന് മാത്രമല്ല, പാപത്തിൽ നിന്ന് മോചനം നേടി ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുന്നു. ഈ ദിനങ്ങൾ നമുക്ക് പശ്ചാത്താപത്തിന്റെയും ഒരു പുതിയ മനുഷ്യനിലേക്കുള്ള പ്രയാണത്തിന്റെയും ദിനങ്ങളാക്കി മാറ്റാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ രക്തത്താൽ ഉളവാകുന്ന അകൃത്യങ്ങളിൽ നിന്നുള്ള മോചനം സ്വായത്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.